അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഫാദില, ഫളീല എന്നീ കോഴ്സുകളിൽ ഫളീല ഒന്നാം വർഷ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചരിത്ര, താരീഖ് പാഠപുസ്തകമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ വർഷത്തേക്ക് പുതിയതായി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നും ആ ഉള്ളടക്കം എങ്ങനെയാണ് വിദ്യാർത്ഥിനികളുടെ മനസ്സുകളിലേക്ക്, ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ടത് എന്നും വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണ് ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യമായി പറയാനുള്ള കാര്യം, ഈ പുസ്തകം ഇസ്ലാമിക ചരിത്ര പഠനം എന്ന ഉദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പാഠപുസ്തകത്തിൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ പുസ്തകത്തിൻ്റെ പേരും ആശയവും സ്വഹാബിയാത്ത് എന്നാണ്. സ്വഹാബിയാത്ത് എന്നാൽ സ്വഹാബി വനിതകൾ എന്നാണ് അതർത്ഥമാക്കുന്നത്. നമുക്കറിയാം, മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശ്വാസികളായി ജീവിച്ച സ്ത്രീ പുരുഷന്മാരെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്. അവരിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്നു എന്നതിനാൽ സ്വഹാബി വനിതകളിൽ ഏതാനും പേരെ പരിചയപ്പെടുത്തുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. ഏതാനും എന്ന് പറഞ്ഞാൽ കൃത്യമായി 6 സ്വഹാബി വനിതകളുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഇത് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അധ്യാപകരോടും അധ്യാപികമാരോടും പ്രധാനമായും പറയാനുള്ളത്, വളരെ ഗൗരവപൂർവമുള്ള ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഈ വിഷയത്തോട് ഉണ്ടാവണം എന്നതാണ്. ചരിത്രമാകുമ്പോഴും ഒരുപാട് കഥകൾ ഉൾക്കൊള്ളുമ്പോഴും പൊതുവെ വിദ്യാർത്ഥികളും അധ്യാപകരും അതിൻ്റേതായ ഒരു ഗൗരവം കൊടുക്കാറില്ല എന്നത് നമ്മുടെ ഒരു അനുഭവമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ പുസ്തകം തികച്ചും അക്കാദമികമായ ഉദ്ദേശത്തോടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകവും ആണ്. അതുകൊണ്ട് ആ ഒരു സമീപനം തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് ആദ്യമായി അറിയിക്കുകയാണ്. ഇതിൽ 6 യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിലും ഓരോ സഹാബി വനിതയെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ പറയുമ്പോൾ കേവലം 6 ആൾക്കാരുടെ ജീവിത ചരിത്രം പഠിക്കുക എന്നതാണ് ഈ പാഠപുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്ന് ധരിക്കരുത്. മറിച്ച് ഈ പാഠപുസ്തകത്തിലെ യൂണിറ്റുകളിൽ ഓരോന്നും തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ പരാമർശിക്കപ്പെടുന്ന, അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സഹാബി വനിത തൻ്റെ ജീവിതവുമായി കടന്നുപോയ, ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഏതാണ്ട് എല്ലാ സംഭവങ്ങളും ഏകദേശം ചുരുക്കിയാണെങ്കിലും വിവരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടുമാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു അവതരണം. ഉദാഹരണമായി ഇതിൽ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഒരു യൂണിറ്റിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. സഹാബി വനിതകളിൽ ധീരയായ ഒരു സഹാബി വനിതയായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. അവർ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അവരുടെ യുദ്ധങ്ങളിലുള്ള പങ്കാളിത്തം കൊണ്ടാണ്. അവരാദ്യമായി പങ്കാളിത്തം വഹിക്കുന്ന യുദ്ധം ഉഹദ് യുദ്ധമാണ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ തന്നെ നാം ഉഹദ് യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിണിതികളെക്കുറിച്ചുമെല്ലാം ചെറിയ തോതിൽ പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ ഓരോ സഹാബി വനിതയും തൻ്റെ ജീവിതവുമായി കടന്നുപോയ ഓരോ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളും ചെറുതായിട്ടെങ്കിലും വിശദീകരിച്ചുകൊണ്ടാണ് ഓരോ യൂണിറ്റും തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കേവലം 6 ആളെക്കുറിച്ച് പഠിക്കുക എന്നതല്ല, മറിച്ച് അവരുടെ ജീവിതം കണ്ട സംഭവങ്ങളെയെല്ലാം പഠിക്കുക,
ആ അർത്ഥത്തിൽ പ്രവാചക കാലഘട്ടത്തെ ശരിയായി മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നത് എല്ലാവരെയും ആദ്യം തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹാബി വനിതകളെക്കുറിച്ചുള്ള പഠനം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹാബിമാർ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് കേവലം ഒരു കേട്ടുകേൾവി, കേവലം ഒരു കഥ എന്ന അർത്ഥത്തിൽ സമീപിക്കാതെ ഈ പാഠപുസ്തകത്തെ സമീപിക്കണമെന്ന് എല്ലാ അധ്യാപകരെയും ഏറ്റവും ആദ്യമായി ബഹുമാനത്തോടെ ഉണർത്തുകയാണ്. ഇനി ഈ പാഠപുസ്തകത്തിലെ ഓരോ യൂണിറ്റുകളും എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, CSWC എങ്ങനെയാണ് അവതരിപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത്, അതാണ് ഇനി പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, എത്ര അറിവുള്ള അധ്യാപകനാണെങ്കിലും അധ്യാപികയാണെങ്കിലും അന്നാന്ന് എടുക്കേണ്ട ഭാഗം ക്ലാസ്സിലെത്തുന്നതിന് മുമ്പേ നന്നായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഗ്രഹിച്ചിരിക്കണം. ഒന്ന്, അങ്ങനെ വായിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും ഒരുപക്ഷെ താൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും താൻ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾ അതിൽ വന്നേക്കാം. അങ്ങനെ ഉള്ള വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ ആ വിഷയങ്ങൾ ഏതെങ്കിലും റഫറൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലക്ക്, നമ്മുടെ ഒരു വിദ്യാർത്ഥിനി എന്ന നിലക്ക് ആ വിദ്യാർത്ഥിനി തീർച്ചയായും സ്വാംശീകരിച്ചിരിക്കേണ്ട മൂല്യങ്ങളുണ്ടാകും. അതേതൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അതിലേതൊക്കെയാണ് വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടത്, അതിലേതൊക്കെയാണ് നോട്ട് ചെയ്യിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അധ്യാപകന് അധ്യാപികക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് മൊത്തത്തിൽ ഒരു സംഗ്രഹം പറഞ്ഞുകൊണ്ട് പാരഗ്രാഫ് വായിച്ച് കൊടുത്തുകൊണ്ടാണ് ക്ലാസ് അവതരിപ്പിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ഉണ്ട്, തന്നോടൊപ്പം ഉണ്ട്, തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇടയ്ക്ക് അവരോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതെല്ലാം വളരെ നല്ല ഒരു അധ്യയന രീതിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ യൂണിറ്റിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വനിതകളിൽ നബിയോട് വളരെ അടുപ്പമുണ്ടായിരുന്ന, വലിയ വിശ്വാസിനിയായിരുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് പറയുന്നത്. അവരെക്കുറിച്ചുള്ള പഠനം നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിൽ നിറഞ്ഞു ജീവിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു. അതോടൊപ്പം തന്നെ അവർ നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പലതും, അന്നല്ല ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ദീർഘമായ മദീന ജീവിതം മുഴുവനും മഹാനായ നബിയെ സേവിക്കാനുള്ള ഭാഗ്യം ലഭിച്ച അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ്. മാത്രമല്ല അവർ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന തൻ്റെ മകനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ സമ്മാനമായി സമ്മാനിക്കുകയായിരുന്നു. മാത്രമല്ല ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു. മാത്രമല്ല അവരുടെ വീട്ടിൽ നബി ഇടയ്ക്കൊക്കെ വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് സ്വന്തമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമായിരുന്നു, അതൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ മഹാനായ അബൂ തുൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉമ്മു സുലൈമിനെ രണ്ടാമതായി വിവാഹം ചെയ്തത്. അവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യം, അബൂ തുൽഹ മദീനയിലെ സമ്പന്നനായ ഒരാളായിരുന്നു. പക്ഷേ കല്യാണം ആലോചിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ എത്തിയിട്ടില്ല. തൻ്റെ കല്യാണ ആലോചന, തൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കുവാൻ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഉപാധിയായി വെച്ചത് താങ്കൾ മുസ്ലിം ആകണം എന്നായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്വഹാബി വനിതയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. മാത്രമല്ല അവർ ഇസ്ലാമിക ജിഹാദിലും അവരുടെ സ്വന്തം മേൽവിലാസം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 യുദ്ധങ്ങളിൽ അവർ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പാഠങ്ങളൊക്കെ നന്നായി വായിച്ച് മേൽ പറഞ്ഞതുപോലെ ഗ്രഹിച്ച് വായിച്ച് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അവസാനത്തിൽ അന്യത്ര ചേർത്തിരിക്കുന്ന ആക്ടിവിറ്റികളൊക്കെ നന്നായി ഗൗരവത്തോടു കൂടെ ചെയ്യണം. നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക എന്ന് കേവലം ഉപദേശിച്ചാൽ മാത്രം പോരാ, മറിച്ച് നോട്ട് ചെയ്ത് വിദ്യാർത്ഥിനികളെ തയ്യാറാക്കുക തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സഹാബി വനിതയെ ഓർമ്മിപ്പിക്കുവാനും പറ്റുന്ന സാഹചര്യങ്ങൾ കോളേജ് ക്യാമ്പസിൽ ഉണ്ടാക്കുകയും അത് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. രണ്ടാമത്തെ പാഠം
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരക്കിടാവിനെ കുറിച്ചാണ്. ഉമാമ ബിൻത് അബുൽ ആസ് റളിയല്ലാഹു അൻഹ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെയും അബുൽ ആസ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും മകളായിരുന്നു ഉമാമ റളിയല്ലാഹു അൻഹ. നബി പേരക്കുട്ടികളെല്ലാം നമുക്കറിയാം. പേരക്കുട്ടികളെ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ ഒരു സംക്ഷിപ്തമായ വിവരണവും ഈ പാഠത്തിൽ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഉണ്ടാകുകയും കുറേ കാലം നബിയോടൊപ്പം ജീവിക്കുകയും ചെയ്ത ഒരു പേരമകളായിരുന്നു ഉമാമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ പോലും പലപ്പോഴും നിലത്ത് വെക്കാത്ത അത്രമാത്രം സ്നേഹവാത്സ്യങ്ങൾ കാണിച്ചിരുന്ന ഒരു പേരമകളായിരുന്നു ഉമാമ റളിയല്ലാഹു അൻഹ. മാത്രമല്ല അവരുടെ ഉമ്മ സൈനബ് റളിയല്ലാഹു അൻഹ, നബിയുടെ മൂത്ത മകൾ, അവരുടെ ജീവിതം അതിലേറെ കൗതുകകരമാണ്. വളരെയേറെ പഠിക്കാനുള്ള വിഷയമാണ്. അവരുടെ ഹിജറയുടെ സമയത്ത് മക്കക്കാർ അവരോട് ചെയ്ത വിദ്വേഷം അതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തായിഫ് യാത്ര ഇതിൻ്റെ ഒരു ഭാഗത്തിലൂടെ വരുന്നുണ്ട്. ബദർ യുദ്ധം വരുന്നുണ്ട്. കാരണം ബദർ യുദ്ധത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവായ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം മാല ഊരി നൽകുന്ന ഒരു ചരിത്രമുണ്ട്. അതെല്ലാം ശരിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ കുട്ടികളെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ തന്നെ പഠിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അബുൽ ആസ് അബിൻ റബി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അവർ ഒരുപാട് കഴിഞ്ഞാണ് ഇസ്ലാമിലേക്ക് വന്നത്. പക്ഷേ ആ ഇസ്ലാമിലേക്ക് വന്ന ആ വരവിൻ്റെ പിന്നിൽ സൈനബ് റളിയല്ലാഹു അൻഹയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ഒരു അധ്യായം ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവചരിത്രം ഏതാണ്ട് പരിപൂർണമായ രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇത് അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നമ്മൾ ഓരോരുത്തരും ശരിക്കും പഠിക്കുകയും ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൻ്റെ കാലത്ത് സജീവമായി ജീവിക്കുകയും മഹാനായ നബിയുടെ പ്രബോധന ശ്രമങ്ങളിലെ കയറ്റിറക്കങ്ങൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത മകളാണ് ഫാത്തിമ ബീവി. അത്തരത്തിലുള്ള ഒരു ബന്ധം കൂടി അല്ലെങ്കിൽ ഒരു വൈകാരികത കൂടി ഉണ്ടായതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മകളെ പ്രത്യേകിച്ച് തൻ്റെ കരളിൻ്റെ കഷ്ണമെന്നൊക്കെ വിളിക്കുന്നത്. നബിക്ക് വല്ലാത്ത ഒരു ബഹുമാനമായിരുന്നു, വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. അതോടൊപ്പം ഫാത്തിമ ബീവിയുടെ ജീവിതം ഏതൊരു മുസ്ലിം വനിതയും പഠിച്ചിരിക്കേണ്ട ഒരുപാട് പാഠങ്ങളാൽ സമ്പന്നമാണ്, സമൃദ്ധമാണ്. കാരണം ഏറ്റവും കുറഞ്ഞ അവരുടെ വിവാഹം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുരഭിലമായ മോഹമാണ്, മനോജ്ഞമായ ഒരു ചിന്തയാണ് വിവാഹം എന്നൊക്കെ പറയുന്നത്. ആ സമയം അവരുടെ ആർഭാടങ്ങൾ എത്രമാത്രം വലുതായിരിക്കും നമുക്കറിയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം ഏറ്റവും ദരിദ്രനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവുമായിട്ടായിരുന്നു. നമുക്കറിയാം അവരുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതൊക്കെ വളരെ പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും മാത്രമായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതോടൊപ്പം തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മകളെ അദമ്യമായി സ്നേഹിച്ചു, നമ്മൾ പറഞ്ഞു കേട്ടു. പക്ഷേ ആ സ്നേഹം അത് തൻ്റെ മൂല്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട്, പിതാവിനോട് വന്നുകൊണ്ട്, മകൾ എനിക്ക് വീട്ടിൽ സഹായിക്കാൻ വേണ്ടി ഒരടിമ സ്ത്രീയെ തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ദിക്റുകൾ ചെല്ലലാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഫാത്തിമ ബീവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരമക്കളെക്കുറിച്ച് കേൾക്കാൻ കഴിയും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സ്നേഹിച്ച, റൈഹാനത്തായ എന്നൊക്കെ വിവരിച്ച ഇവർ രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നു, ഇവരെ സ്നേഹിക്കുന്നവരെല്ലാം നീ സ്നേഹിക്കണമേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നബി പ്രാർത്ഥിച്ച ആ പാഠങ്ങളൊക്കെ തന്നെയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, ആ വഫാത്തിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് വരുന്നുണ്ട്. ആ വഫാത്തിൻ്റെ രംഗങ്ങൾ അതെല്ലാം ഇതിലൂടെ ഡയറക്റ്റ് എന്നല്ല ഇൻഡയറക്റ്റായി നേരത്തെ പറഞ്ഞ പോലെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്തും ഇതിൽ പറയുന്നുണ്ട്. നാലാമത്തെ യൂണിറ്റ്
നേരത്തെ പറഞ്ഞ പോലെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചാണ്. ഉമ്മു അമ്മാറ എന്ന നസീബ റളിയല്ലാഹു അൻഹ, അവരുടെ ചരിത്രങ്ങൾ കേട്ടാൽ നമുക്ക് ഒരുപക്ഷെ സന്ദേഹമുണ്ടായി പോകും, ഇവരൊരാണായിരുന്നോ എന്ന്. ഇവരൊരു സ്ത്രീ തന്നെയായിരുന്നു. വളരെ ധീരയായൊരു വനിതയായിരുന്നു അവർ. നല്ല മനസ്സുറപ്പുള്ള, നല്ല ചങ്കുറപ്പുള്ള ഒരു വനിതയായിരുന്നു അവർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സേന യുദ്ധത്തിന് പോകുമ്പോഴെല്ലാം അധികവും അവരുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിലുണ്ടായിരുന്നു, ഹംറ ഉൽ അസദിലുണ്ടായിരുന്നു, ബൈഅത്തുർ റിദ്വാനിലുണ്ടായിരുന്നു, ഖൈബർ യുദ്ധത്തിലുണ്ടായിരുന്നു, ഹുനൈൻ യുദ്ധത്തിലുണ്ടായിരുന്നു. ഇവിടെയെല്ലാം പറയാനുള്ള കാര്യം, ഇവിടെയെല്ലാം ഉമ്മു അമ്മാറയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കേവലം പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഈ ചരിത്ര പാഠങ്ങൾ ഓരോന്നും നമ്മൾ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മു അമ്മാറയുടെ പാഠത്തിൽ ഉമ്മു അമ്മാറയെക്കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത് എന്ന് വീണ്ടും മനസ്സിലാക്കണമെന്ന് ദയവായി ഉയർത്തുകയാണ്. അതുകൊണ്ട് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ അവരനുഭവിച്ച വേദനകൾ നിരവധി വേദനകളാണ്. ഹംറാഉൽ അസദിലേക്ക് അവർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ കാലിലെ മുറിവിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു എന്ന് വരെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന കാലം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് തൻ്റെ സ്വന്തം മകൻ ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അത്യന്തം വേദനാജനകമായൊരു സംഭവമുണ്ട്. ആ സംഭവം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം, വഫാത്തിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അതിനെ തുടർന്നാണ് യമാമ യുദ്ധമുണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യമാമ യുദ്ധത്തിലും ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ യമാമ യുദ്ധത്തിൽ അവർക്ക് ആഴമുള്ള, വളരെ സാരമായ 11ഓളം മുറിവുകൾ ഏറ്റു എന്നാണ് ചരിത്രം പറയുന്നത്. അതിൻ്റെ വേദനയിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതമൊക്കെ പറയുമ്പോൾ തന്നെ ആ ജീവിതം കടന്നു പോകുന്ന പശ്ചാത്തലത്തിലുള്ള സംഭവങ്ങളെല്ലാം ഓരോന്നും വളരെ കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപകന്മാർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഒരുപാട് സഹായകമാണ് ആക്ടിവിറ്റികൾ. ആ ഒരു രൂപത്തിലാണ് ആക്ടിവിറ്റികൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി ഉണർത്തുകയാണ്. അള്ളാഹു ആ ദൗത്യത്തിൽ നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.